ഓക്കെ താങ്ക്സ്. നമ്മുടെ 2 പ്രാവശ്യം നമ്മുടെ പടം കണ്ട തിയേറ്റർ 2 പ്രാവശ്യം കണ്ട ആളാണ്. ഒരുപാട് സന്തോഷം. ഇനി പുള്ളി കാണുമെന്നാണ് പറയുന്നത്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരും, ഫാമിലി ആയിട്ട് വരുമെന്നാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ കണ്ടിട്ട്? എന്താണ് DNA 2 വട്ടം കാണാൻ തോന്നിയത്? കാരണം വെച്ചാൽ എനിക്ക് ഒട്ടും ബോറില്ല, ലാഗില്ല. പിന്നെ ഓക്കെ ഓക്കെ റൈറ്റ്, താങ്ക് യു. സോ ഹായ്, നമ്മളിപ്പം സിനി പോലീസിലാണ്. സോ തിയേറ്ററിൽ നല്ല ക്രൗഡ് റെസ്പോൺസ് ആണ്, എല്ലാവരും പോസിറ്റീവാണ് പറയുന്നത്. ഹായ് നമസ്കാരം, ഞാൻ അഷ്കറാണ്. ഞങ്ങൾ DNA പ്രൊമോഷന് വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും കാണാത്തവർ സിനിമ കാണുക, കണ്ടവർ വീണ്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. DNA ഒരു വലിയ വിജയമാക്കി തീർക്കണം. ഞങ്ങളുടെ കൂടെ എല്ലാ ക്രൂ മെമ്പേഴ്സും ഉണ്ട്. ഭാവന സാറുണ്ട്. ലൈവാണ്. എന്ത് വേണം, ഹീറോ ഹീറോയിൻ അയച്ചു വിളിച്ചെന്ന് എല്ലാവരും പറയും. ഞങ്ങൾ മാത്രമല്ല, ഭാവന ചേട്ടൻ സൂപ്പർ ആക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സൂപ്പർ ആക്ഷൻ ഈ പടത്തിലുണ്ട്. അതുപോലെ അയ്യപ്പനും കോശിയിലും നമ്മുടെ ഗൗരിയുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാരുണ്ട്, മീഡിയ ഉണ്ട്, നമ്മുടെ പ്രേക്ഷകർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ കണ്ടിറങ്ങിയവരെല്ലാവരും നല്ല അഭിപ്രായമാണ് നമ്മളോട് പറയുന്ന പടത്തെ പറ്റി. അപ്പം DNA നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. തന്നെയൊക്കെ തകർത്തിട്ടുണ്ടല്ലോ. നമ്മുടെ വേറെ തകർത്തൊരാളെ കാണിച്ചു തരാം. ഡയറക്ടറാണ്. ഹലോ, പറഞ്ഞോ. ലൈവ്. Very happy to hear all the responses from all age group of people. Please come watch the movie in theaters. എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, no one is getting bored watching the movie. Everyone is very engaging. പ്രായമുള്ളവരും ചെറുപ്പവും ഇപ്പം എൻ്റെ ഒരു ചെറിയ young girl came inside the movie. Everyone please come and watch it in the theaters and do let us know നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒപ്പീനിയൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പടം ചെയ്യുന്നത്. സോ ഡു കം വാച്ച് ഇറ്റ്. താങ്ക് യു. കണ്ടവരുടെ അഭിപ്രായം പറയൂ, എന്താണ് കണ്ടത്? പടം കണ്ടതിന്റെ അഭിപ്രായം പറയണം. നല്ല രീതിയിൽ ആഗോളതാപനത്തിൽ നിന്ന് വളരെയധികം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടിട്ട് നല്ല അഭിപ്രായമാണ്. പ്രേക്ഷകർ കാണണമെങ്കിൽ അവരെന്താ പറയുന്നത്? പ്രേക്ഷകർ കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. ആദ്യം അതിന് കാണണം. ഇതിൽ ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ഷനും കാര്യങ്ങളും ഫീലിംഗ് എല്ലാം അടിപൊളിയാണ്. സസ്പെൻസ് ആണ് ഇതിന്റെ മെയിൻ. ആരും പുറത്തു വിട്ടിട്ടില്ല എന്നതാണ് അതിൽ വേറെ കാര്യം. അഷ്കർക്ക പറയൂ. അഷ്കർക്ക, ഒരുപാട് സന്തോഷം. നമുക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. കാരണം ചിത്രം നല്ല റിപ്പോർട്ടുകളുണ്ട്. നിങ്ങളെല്ലാവരും കാണുക എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. DNA കാണുക, എല്ലാവരും കാണുക. എല്ലാ സ്ഥലത്തുള്ള ആളുകളും ഇപ്പോൾ ലൈവിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം. നിങ്ങളെല്ലാവരും പടം കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരുടെ ഏരിയയിലും എല്ലാ തിയേറ്ററിലും പടമുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ പെരുന്നാളാണ്, തിരക്കാണെന്നറിയാം. പെരുന്നാൾ തിരക്കിൽ എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു പടമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ. DNA വിജയിപ്പിക്കുക. ഒന്ന് ഒരു അഭിപ്രായം പറയാം നമ്മുടെ പടത്തെ പറ്റി. താങ്കൾ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. പടം കണ്ടു ഓക്കെ, രസമുള്ള മൂവിയാണ്. നല്ല ത്രില്ലിംഗ് മൂവിയാണ്. എല്ലാവരും കണ്ടിരിക്കണം. ഈ കാലത്തുള്ള മൂവിയാണ്, കാലത്ത് കാണേണ്ട പടവുമാണ്. കണ്ടിരിക്കണം. സുരേഷ് ബാബു സാറാണ് പടം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ത്രില്ലിംഗ്, അതിൻ്റെതായ ഒരു ഫാസ്റ്റ് സ്ഥലത്തുണ്ട്. പടം കണ്ടിരിക്കണം. ഓക്കെ, എല്ലായിടത്തും നല്ല അഭിപ്രായമാണ്. നല്ല റിപ്പോർട്ട്സ് വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫൈറ്റ് ആക്ഷൻ സ്റ്റോറി ആണെങ്കിലും സ്ക്രീൻ വൈസ് ആണെങ്കിലും സ്ക്രീൻ പ്ലേ വൈസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. ഒരു നല്ല ഒപ്പീനിയൻസ്, നല്ല റിപ്പോർട്ട് വരുന്നുണ്ട്. എല്ലാവരും കാണണം. ഇവരോട് ചോദിക്കാം, നിങ്ങൾ മീഡിയയിലെ ആൾക്കാരല്ലേ, പടം കണ്ടിട്ട് എന്തുണ്ട് അഭിപ്രായം? ഒന്ന് പറയാം. ഇത് പറഞ്ഞോ. സുരേഷ് ബാബു സാറിന്റെ നല്ല കംബാക്ക് ആയിട്ട് ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? നല്ല ആക്ഷൻ. മറ്റേ അഷ്കർ സൗദാൻ എങ്ങനെയുണ്ട്? ആക്ഷൻ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഹന്ന എല്ലാവരും ഭവൻ സാറിന്റെ ആക്ഷൻ എങ്ങനെയുണ്ട്? സെറ്റ് ആയിട്ടുണ്ട്. ബാബുജാണ് നല്ലൊരു കംബാക്കാണ്. ആർഡിസിന് ശേഷം നമ്മൾ നല്ല ആക്ഷൻ അദ്ദേഹത്തിന്റെ. എന്താ പറയാനുള്ളത്? എല്ലാവരും DNA ഒന്ന് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഈ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ബാബു സാറിന്റെ ഒരു തനിച്ചെന്ന് പറയാനുള്ളത്. ഞങ്ങൾക്ക് തനിച്ചൊരു ഇന്റർവ്യൂ വേണം. പെരുന്നാളാണ്, നമുക്ക് ബിരിയാണി മേടിച്ചു പറ, DNA കണ്ട് എങ്ങനെയുണ്ടായിരുന്നു? DNA കണ്ടിട്ട് പറഞ്ഞോ, നല്ല അഭിപ്രായം പറഞ്ഞു. എല്ലാരും അടിപൊളിയായിരുന്നു. സർപ്രൈസ് എനിക്കൊന്നും വരുന്നില്ല.
ചിരിയാണ് നാണം ചോദിക്കുമ്പോൾ. ബിരിയാണി കഴിച്ചാൽ ലക്ഷദ്വീപിൽ നമ്മുടെ പടം കാണാൻ വന്നതാണ്. ലക്ഷദ്വീപിൽ നിന്നോ? ഞങ്ങൾക്ക് അടുത്ത് ലക്ഷദ്വീപിലേക്ക് പോവാം അല്ലേ? നമുക്ക് അവിടെ പോയി എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ. സാറിനെ പറ്റി ഞങ്ങളെ പറ്റിയല്ല, സാറിന്റെ കുറച്ച് പരിപാടി ഒന്ന് പറയുന്നത്. നെക്സ്റ്റ് എവിടെയാണ് അടുത്ത പരിപാടി നമ്മൾ DNA കഴിഞ്ഞ് വീണ്ടും ഞാനും അഷ്കറും അന്നയും ഒരുമിക്കുന്ന ഒരു പടം ഉടനെ ഉണ്ടാവും. സുരേഷ് ബാബു സാറിനെ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ പൊളിക്കും. ഇപ്രാവശ്യം ഞാൻ നമ്മളൊരു കല കാണിച്ചിട്ട് പോകുമ്പോൾ നല്ല കാണിച്ചിട്ടൊന്നുമില്ല. വലിയ പരിപാടി ചെയ്തിട്ടാണ് DNA ഒരു വലിയ പരിപാടി ചെയ്തിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അതൊരു സസ്പെൻസ് ആണ്, അതുകൊണ്ടൊന്നും വെളിയിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും സന്തോഷം. അടുത്തതും നമ്മൾ അടിപൊളിയായിട്ട് പിടിക്കും. അതെ, അഷ്കറും അന്നയും വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ലോട്ട് ഓഫ് മൂവീസ് and I hope to be part of that again. Okay, I'm very happy. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ട്. ഓക്കെ. നമുക്ക് അടുത്ത നമ്മുടെ ഡയറക്ടർ സാറിന് എടുത്ത് പോകാം. സുരേഷ് സർ ലൈവാണ്. സിനിമയെ പറ്റി, നമ്മുടെ സിനിമയെ പറ്റി തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്ര റെസ്പോൺസ് വരുന്നുണ്ട്. നല്ല റെസ്പോണ്ടാണ് വന്നിരിക്കുന്നത്. അതാണ് നമുക്ക് ആവശ്യം. പ്രേക്ഷകർ സ്വീകരിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ വീണ്ടും വീണ്ടും നല്ല പിക്ചർ നമുക്ക് എടുക്കാൻ തോന്നും. എല്ലാവരും അത്ര ഹാർഡ് വർക്ക് ചെയ്ത ഒരു മൂവിയാണ് DNA. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഐ തിങ്ക് അടിച്ചു കുടിക്കാറില്ല. DNA കാണുക. DNA പറ്റി പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. വലിയ DNA ഫാമിലിയുടെ വക വലിയ പെരുന്നാൾ ആശംസകൾ. വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പൊ പെരുന്നാൾ അടിച്ചു കുടിക്കുന്നത് DNA കൂടെ ഒപ്പായിരിക്കും. അപ്പൊ ഈ പെരുന്നാൾ നിങ്ങൾ എല്ലാവരും അടിച്ചു കൊടുക്കേണ്ടത് ഞാൻ DNA ഒപ്പായിരിക്കും. താങ്ക് യു. കഴിഞ്ഞു.